Hello friends, welcome to my YouTube channel Haru and Thandu. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കുരുമുളക് തണ്ട് താളിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. വെയിറ്റിയിലിട്ടൊന്ന് വാട്ടിയിട്ടിട്ട് ചതക്കണം, എന്നാലേ കൊഴുപ്പ് കിട്ടുള്ളൂ. അതാണ് തയ്ക്കാറ് പണ്ട്. നല്ലതാണോ? തലമുടിക്ക് നല്ലതാണോ? നല്ലതാ. കുരുമുളക് ജലദോഷമൊന്നും അങ്ങനെ വരില്ല. നമ്മുടെ മറ്റേ താളി പോലെ തന്നെയാണോ? മറ്റേ താളി ചെമ്പരത്തിക്കായലൊക്കെ നല്ലതാ. പണ്ടൊക്കെ ഉപയോഗിക്കാറുണ്ടോ? അപ്പൊ പണ്ടൊക്കെ എങ്ങനെയാ അരച്ചിരുന്നേ? കല്ലുമ്മ വെച്ചോ? കല്ലുമ്മ വെച്ച് ചതയ്ക്കും. ആണോ? ആണല്ലേ. അതിന്റെ ഇല എടുക്കുവോ? ചെറിയ അമ്മിപ്പിള്ളല്ലേ ഇവിടെ, അതുകൊണ്ടായാലും മതി. ചതച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ തിരുമ്പുമ്പോൾ കൊഴുപ്പാവും. അച്ഛമ്മയുടെ ഒരു എക്സ്പീരിയൻസിൽ പണ്ടൊക്കെ കുളത്തിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് കുരുമുളകിൻ്റെ ഒരു തണ്ട് കൊണ്ടുപോകും. കുളിക്കടവിലുള്ള കല്ലിൽ വെച്ച് നന്നായിട്ട് ഉരച്ച് പതപ്പിച്ച് താളിയായിട്ട് തലയിൽ തേക്കും. തലമുടി നല്ല കട്ടിയായിട്ട് വളരാനും നല്ല നീളത്തിൽ വളരാനും അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറാനായിട്ട് ഇത് സഹായിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കുരുമുളക് തണ്ട് താളിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ട് കുരുമുളകിൻ്റെ തണ്ട് നമുക്ക് ഒടിച്ചെടുക്കാം. ഞാനിവിടെ തണ്ടും അതുപോലെ തന്നെ കുറച്ച് ഇലയും യൂസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മൂത്ത തണ്ട് നോക്കി നമുക്ക് പൊട്ടിച്ചെടുക്കാം. താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറാനായിട്ട് പണ്ട് തൊട്ടേ ആളുകൾ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു കുരുമുളക് താളി. ഇന്നത്തെ കാലത്ത് പല തരത്തിലുള്ള ഷാംപൂ, കണ്ടീഷണർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. 100% നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു താളി നമുക്ക് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. തലയ്ക്ക് ഒരു ചെറിയ തണുപ്പ് കിട്ടാനുമൊക്കെ ആയിട്ട് ഇത് സഹായിക്കും. ഞാനിവിടെ കുരുമുളകിൻ്റെ നന്നായിട്ട് മൂത്ത തണ്ടും കുറച്ച് ഇലയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാട്ടി നമുക്ക് താളി പ്രിപ്പയർ ചെയ്യാം. തണ്ടും ഇലയും വാട്ടാതെയും നമുക്ക് താളി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ വാട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ നീര് കൂടുതലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിനാണ് ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് പറയുന്നത്. സത്തും നീരും ഒക്കെ നമുക്ക് കൂടുതൽ അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് എനിക്ക് കൂട്ടായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ കുട്ടി പൂച്ചയാണ്. ബ്ലാക്കി എന്ന പേര്. പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചെമ്പരത്തി താളി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കല്ലിൽ തന്നെ ഉരച്ച് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ, മിക്സിയിൽ അരച്ചാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ഉള്ളത്. ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ കല്ലിൽ ഉരച്ചിട്ടാണ് താളി പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. തേങ്ങ അരയ്ക്കുന്നത് മിക്സിയിലാണ്, അതുപോലെ തന്നെ തുണി നനയ്ക്കുന്നത് വാഷിംഗ് മെഷീനിലാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. മിക്സിയിൽ അരച്ച് ചെയ്താലും മതിയാകും. അതുകൊണ്ട് മാത്രം ഗുണത്തിന് വലിയ വ്യത്യാസമൊന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തീരെ മോളി കാണിച്ചിട്ട് നമുക്ക് കുരുമുളകിൻ്റെ തണ്ടും ഇലയും ഒന്ന് വാട്ടിയെടുക്കാം. നീരും സത്തും ഒക്കെ നന്നായിട്ട് നമുക്ക് കിട്ടാനായിട്ടാണ് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നത്. അധികം നേരം നമ്മൾ തീയിൻ്റെ മുകളിൽ കാണിക്കേണ്ട. നമ്മൾ വാഴയുടെ ഇലയൊക്കെ വാട്ടിയെടുക്കാറില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇത് വാട്ടിയെടുക്കാൻ സാധിക്കും. വാട്ടിയെടുത്ത കുരുമുളകിൻ്റെ തണ്ടും ഇലയും നമുക്ക് ചെറിയൊരു അമ്മിക്കല്ല് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇടിച്ച് എടുക്കാം. ഇത് നമ്മൾ സാധാരണ അടുക്കളയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന കല്ലാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. അച്ഛമ്മ പണ്ടൊക്കെ താളി ഇങ്ങനെ തേക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറ്റാനായിട്ട് വളരെ നാച്ചുറലും അതുപോലെ തന്നെ വളരെ എഫക്റ്റീവുമായിട്ടുള്ള പല മാർഗ്ഗങ്ങളാണ് നമ്മുടെ പൂർവികർ ചെയ്തിരുന്നത്. ഇതിനെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചതച്ചെടുത്ത കുരുമുളകിൻ്റെ തണ്ടും ഇലയും നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒന്ന് ഞെരടിയെടുക്കണം. അതായത് ഇതിന് നീരും സത്തും ഒക്കെ കിട്ടുന്ന രീതിയിൽ കൈ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് ഞെരടി പിരിഞ്ഞ് എടുക്കണം. കുറച്ച് നേരത്തിനുള്ളിൽ ഈ വെള്ളത്തിൻ്റെ നിറം മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബ്രൗൺ കളറായിട്ട് നമ്മുടെ വെള്ളം മാറി കിട്ടും. അതായത് ഇതിൻ്റെ സത്ത് നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കൊഴുപ്പും നമ്മുടെ ഈ വെള്ളത്തിന് കിട്ടും. കണ്ടോ, നന്നായിട്ട് നിറം മാറി വരുന്നുണ്ട്. ചെറിയൊരു കൊഴുപ്പും നമ്മുടെ ഈ വെള്ളത്തിന് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഞെരടി പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചണ്ടി മാറ്റാം. അതിനുശേഷം ആ വെള്ളം മാത്രം നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കണം. കണ്ടോ, ഇതിൻ്റെ നിറം നോക്കൂ, നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറാണ്. നല്ല ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ താളി തേക്കുന്നത് പോലെ തന്നെ നമുക്ക് തലയിൽ തേച്ച് കഴുകാവുന്നതാണ്. ഇത് തേച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കളയണം. അങ്ങനെ സത്തൊക്കെ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വരുന്ന ചണ്ടി നമുക്ക് കളയാം.
ഒരു അരിപ്പയിലൂടെ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ചെറിയ ഇലയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ മാറി കിട്ടാനായിട്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കുരുമുളക് തണ്ട് താളി ഇവിടെ റെഡിയാണ്. സാധാരണ താളി തേക്കുന്നത് പോലെ തന്നെ നമുക്ക് തേക്കാവുന്നതാണ്. കൈ ഉപയോഗിച്ച് സ്കാൽപ്പിലും തലമുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ചതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കളയാം. ഇതിൻ്റെ കളറും കൺസിസ്റ്റൻസിയും നോക്കും, ചെറിയൊരു കൊഴുപ്പുണ്ട്, ബ്രൗണിഷ് കളറാണ്. ഇത് തേച്ചതിന് ശേഷം ഷാംപൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. എനിക്ക് ഇത് തലയിൽ തേച്ചിട്ട് വളരെ നല്ല റിസൾട്ട് കിട്ടി. തലമുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറാനായിട്ട് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.